ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ വളരെ രുചികരവുമായ ഒരു കോവയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇപ്പം ഞാൻ ഈ കോവയ്ക്കയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ 4ആയിട്ടോ 5ആയിട്ടോ ഏറ്റവും തിന്നായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കണ്ടോ, ഇതുപോലെ അങ്ങ് മുറിച്ച് വെച്ചാൽ മതിയേ. അധികം അങ്ങോട്ട് പഴുത്തു പോകാത്ത ഇതുപോലെയുള്ളതാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാല നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഈ മസാലയൊക്കെ കൂടി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കോവയ്ക്ക ആദ്യം കഴുകി വെക്കുമ്പം അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടേ മസാല ഇടാവുള്ളേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച് കഴിയുമ്പം കുറച്ച് കറിവേപ്പില ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക വറുത്തെടുക്കാം. ഇത് തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.